നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ചൊക്കന മുപ്പിളി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിൽ വിഹരിക്കുന്ന കാട്ടാനക്കൂട്ടങ്ങൾ വ്യാപകമായി റബ്ബർ മരങ്ങൾ നശിപ്പിക്കുന്നു. പ്രതിസന്ധിയിൽ റബ്ബർ കൃഷി മേഖല. തകരാറിലായ ചെങ്ങാലൂർ കാനത്തോട് സ്ലൂയിസ് മണൽച്ചാക്കിട്ട് കെട്ടി താൽക്കാലിക പരിഹാരമാകുമ്പോഴേക്കും 5 ഏക്കർ നെൽകൃഷിയിടം തരിശായി. സംസ്ഥാന സർക്കാരിന്റെ ഗോവർധിനി കന്നുകുട്ടി പരിപാലന പദ്ധതി മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് ജോസ് ജച്ചിറ്റിടപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ ചുങ്കത്ത് കേബിളിൽ കുരുങ്ങി ഓട്ടോ മറിഞ്ഞു. ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന മുദ്രാവാക്യമുയർത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന വിദ്യാഭ്യാസ ജാഥയ്ക്ക് പുതുക്കാട് സ്വീകരണം നൽകി. വാർത്തകൾ വിശദമായി. ചൊക്കന മുപ്പിളി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിൽ വിഹരിക്കുന്ന കാട്ടാനക്കൂട്ടങ്ങൾ വ്യാപകമായി റബ്ബർ മരങ്ങൾ നശിപ്പിക്കുന്നു. മുൻകാലങ്ങളിൽ പതിവില്ലാത്ത വിധത്തിൽ റബ്ബർ മരങ്ങളുടെ തൊലിയും ഇലകളും കാട്ടാനകൾ തിന്നു നശിപ്പിക്കുന്നത് റബ്ബർ കൃഷി മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വനത്തിനുള്ളിൽ മതിയായ തീറ്റയും വെള്ളവും ലഭ്യമാകാതെ വന്നപ്പോഴാണ് കാട്ടാനക്കൂട്ടങ്ങൾ കാടുവിട്ട് റബ്ബർ തോട്ടങ്ങളിൽ തമ്പടിക്കാൻ തുടങ്ങിയത്. ചൊക്കന മുപ്പിളി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിലായി 100-ലേറെ കാട്ടാനകളാണ് ഇങ്ങനെ തമ്പടിച്ചിട്ടുള്ളത്. പകലും രാത്രിയിലും ഒരുപോലെ തോട്ടങ്ങളിൽ വിഹരിക്കുന്ന കാട്ടാനകൾ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് പേടി സ്വപ്നമായി മാറിയിട്ട് വർഷങ്ങളായി. മുപ്പിളി പുഴയുടെ ഇരുവശങ്ങളിലുമായുള്ള റബ്ബർ തോട്ടങ്ങളിലാണ് കാട്ടാനകൾ കൂട്ടമായി തമ്പടിച്ചിട്ടുള്ളത്. റബ്ബർ മരങ്ങളുടെ തൊലിയും ഇലകളും കാട്ടാനകൾ തിന്നുന്നതിനാൽ മരങ്ങൾ നശിച്ചു പോവുകയാണ്. ചൊക്കന, കാരിക്കടവ്, മുപ്പിളി പ്രദേശങ്ങളിൽ മാത്രം 100-ലേറെ ഏക്കർ സ്ഥലത്തെ റബ്ബർ കൃഷി ഇത്തരത്തിൽ കാട്ടാനകൾ നശിപ്പിച്ചിട്ടുണ്ട്. മുറിച്ചുമാറ്റുന്ന റബ്ബർ മരങ്ങൾക്ക് പകരം നട്ടുപിടിപ്പിക്കുന്ന തൈകളും ആനകൾ തിന്നു നശിപ്പിക്കുന്നത് തോട്ടം മേഖലയിൽ തൊഴിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി കൺവീനർ ജോബിൻ വാടാശ്ശേരി പറഞ്ഞു. തോട്ടം മേഖലയിൽ കുറച്ച് നാളുകളായിട്ട് പുതിയതായി വെക്കുന്ന തൈമരങ്ങൾ മുഴുവൻ ആന തിന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് 75-80 ഹെക്ടറോളം തൈകൾ മുഴുവൻ ആന ഫുള്ളായിട്ട് ഇല്ലാതെയാക്കി. ഈ പ്രദേശത്തെ ജനങ്ങൾ, അതായത് വരന്തരപ്പള്ളി, മറ്റത്തൂര് പഞ്ചായത്തിലെ ജനങ്ങൾ, നിരവധി കുടുംബങ്ങൾ ഈ തോട്ടം മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഇത് പുതിയ തൈ വയ്ക്കുന്നത് മുഴുവൻ ആന നശിപ്പിച്ചാൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് തൊഴിലില്ലാതെയാവും. അതുമാത്രമല്ല, ഇപ്പോൾ ഇത്രയും വലിയ മരങ്ങൾ, ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മരങ്ങൾ വരെ കുത്തിപ്പൊളിച്ച് ആന തിന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബാക്കിൽ കാണുന്ന മരങ്ങൾ മുഴുവൻ ആന തള്ളി മറിച്ചിട്ടിരിക്കുന്നതാണ്. ഹാരിസൺ പ്ലാന്റേഷനിലെ കാരിക്കടവിൽ 50 ഏക്കറോളം സ്ഥലത്ത് അടുത്തിടെ റീപ്ലാന്റ് ചെയ്ത 10,000-ഓളം റബ്ബർ തൈകൾ പൂർണ്ണമായും കാട്ടാനകൾ നശിപ്പിച്ചു. ചക്കിപ്പറമ്പിൽ 75 ഹെക്ടർ സ്ഥലത്തെ 4 വർഷത്തോളം വളർച്ചയെത്തിയ റബ്ബർ മരങ്ങളും കാട്ടാനകൾ ഒടിച്ചിട്ട് നശിപ്പിച്ചിരുന്നു. മുപ്പിളി പ്രദേശത്ത് 2 ആഴ്ച മുൻപ് കാട്ടാനകൾ നശിപ്പിച്ച റബ്ബർ തൈകളുടെ എണ്ണം 3000-ഓളമാണ്. 1 വർഷത്തെ വളർച്ചയെത്തിയ തൈകളാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടത്. തോട്ടത്തിൽ കാവൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾ ഒച്ചയെടുത്തും പടക്കം പൊട്ടിച്ചും കാട്ടാനകളെ തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പഴയതുപോലെ ഇതൊന്നും ഫലപ്രദമാകുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. റീപ്ലാന്റ് ചെയ്യുന്ന റബ്ബർ തൈകൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നതിനാൽ തോട്ടം മാനേജ്മെന്റ് പലയിടത്തും ഭൂമി തരിശിടുകയാണ്. തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന 100 കണക്കിന് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ ഇത് കാരണമാകുമെന്ന ആശങ്ക തൊഴിലാളികൾക്കുണ്ട്. തോട്ടങ്ങളിലെ കാട്ടാന ശല്യം നേരത്തെ തൊഴിൽ ചെയ്യുന്നതിന് തടസ്സമായിരുന്നെങ്കിൽ ഇപ്പോൾ തൊഴിൽ തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് ചൊക്കനയിലെ തോട്ടം തൊഴിലാളിയായ മുഹമ്മദ് അലി പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. തൊഴിലാളികൾ പണിക്കിറങ്ങുന്ന സമയത്തും അല്ലാതെയൊക്കെ വന്യമൃഗങ്ങളുടെ ഒരു തേരോട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആനയും പുലിയും അങ്ങനെ ഇവിടെ വളർത്തുമൃഗങ്ങളെയൊന്നും ഒക്കെ പുലി പിടിച്ചു പോകും. ബാക്കി കൃഷികൾ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ആനയെ നശിപ്പിക്കും. അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. റബ്ബർ തോട്ടങ്ങളിൽ വിഹരിക്കുന്ന കാട്ടാന, പുലി തുടങ്ങിയ വന്യമൃഗങ്ങൾ തൊഴിലാളികളുടെ ജീവനും ഭീഷണിയാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടെ ചൊക്കനയിലും മുപ്ലിയിലുമായി കാട്ടാന 2 പേരുടെ ജീവനെടുത്തിരുന്നു.
ആനയുടെ ആക്രമണത്തിലും ആനയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലുമായി പരിക്കേറ്റവർ നിരവധിയാണ്. തൊഴിലാളികൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനും അന്തിയുറങ്ങാനും കഴിയാത്ത സാഹചര്യമാണ് തോട്ടം മേഖലയിലുള്ളത്. തോട്ടം മേഖല നേരിടുന്ന അത്യന്തം ഗൗരവമുള്ള ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യമാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. കാട്ടാനകൾക്ക് വനത്തിനുള്ളിൽ തന്നെ മതിയായ തീറ്റയും വെള്ളവും ലഭ്യമാക്കാനുള്ള സാഹചര്യമൊരുക്കുക, തോട്ടങ്ങളിൽ തമ്പടിച്ചിട്ടുള്ള കാട്ടാനക്കൂട്ടങ്ങളെ വനത്തിനുള്ളിലേക്ക് മാറ്റുക, മൃഗങ്ങൾ കാടിറങ്ങാതിരിക്കാൻ ട്രഞ്ച് അടക്കമുള്ള പ്രതിരോധ സംവിധാനം വനാതിർത്തികളിൽ ഏർപ്പെടുത്തുക തുടങ്ങിയ പരിഹാര മാർഗങ്ങളാണ് ഇതിനായി നിർദ്ദേശിക്കപ്പെടുന്നത്. കാട്ടാന ശല്യം മൂലം തോട്ടം മേഖല നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിനായി ജനകീയ കൺവെൻഷൻ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് മേഖലയിലെ ട്രേഡ് യൂണിയനുകൾ. തകർന്ന ചെങ്ങാലൂർ കാനത്തോട് സ്ലൂയിസ് മണൽച്ചാക്കിട്ട് കെട്ടി താൽക്കാലിക പരിഹാരമാകുമ്പോഴേക്കും 5 ഏക്കർ നെൽകൃഷിയിടം തരിശായി. ചെങ്ങാലൂരിൽ കുറുമാലിപ്പുഴയ്ക്ക് സമീപത്തുള്ള കാനത്തോട് സ്ലൂയിസിന്റെ തകരാർ പരിഹരിക്കാത്തതിനാൽ കൃഷിയിറക്കാനാകാതെ ആശങ്കയിലായിരുന്നു മങ്ങാട്ടുപാടത്തെയും കൊളക്കാട്ടുപാടത്തെയും കർഷകർ. ജൂലൈ 17 നൽകിയ പരാതിയിൽ നടപടികൾ ഇത്രമേൽ വൈകിയത് മൂലം 5 ഏക്കർ നെൽകൃഷിയിടം തരിശായി മാറി. പണിത ഇടങ്ങളിലും വെള്ളമില്ലാതെ വരണ്ടു തുടങ്ങിയിരുന്നു. ശക്തമായ ഒരു മഴ പോലും താങ്ങാനാവാത്തതാണ് മണൽച്ചാക്കിട്ട താൽക്കാലിക നിർമ്മിതി. മണൽച്ചാക്ക് മൂലം കാനത്തോടിന്റെ വീതി കുറഞ്ഞത് കിഴക്ക് ഭാഗത്ത് സ്ലൂയിസിനോട് ചേർന്ന തോടിന്റെ ഓരം പൊട്ടുന്നതിലേക്കാണ് നയിക്കുക എന്ന് പരിഷത്ത് പ്രവർത്തകൻ കെ അനീഷ് കുമാർ പറയുന്നു. ഇത് മണൽച്ചാക്കിട്ട് സ്ലൂയിസ് കെട്ടുന്നത് വളരെ താൽക്കാലികമായ ഒരു പ്രവർത്തനമാണ്. ഇതിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഇത് കോൺക്രീറ്റ് ചെയ്ത് ഒരു സ്ഥിരമായ ബലമുള്ള സ്ലൂയിസാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനം അത് അടിയന്തരമായി ഏറ്റെടുക്കും എന്ന് മൈനർ ഇറിഗേഷൻ വകുപ്പ് ഉറപ്പ് തന്നിട്ടുണ്ട്. നമ്മൾ അധികാരികളുടെ ഒരു വർത്തമാനം വിശ്വാസത്തിലെടുക്കുകയാണ്. അവര് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 3 മാസത്തിനകം ഇത് പണി പൂർത്തീകരിച്ച് കൃഷിക്കാരെ ഏൽപ്പിക്കുന്നുള്ള അർത്ഥത്തിൽ അവരുടെ മൈനർ ഇറിഗേഷന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അത്തരം ഒരു ഉറപ്പ് ഇവിടെ നിൽക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്ലൂയിസ് മണൽച്ചാക്ക് ഇട്ടിട്ട് കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഒരു മഴ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒക്കെ കാലത്ത് ഒറ്റ മഴയില് മലയിൽ നിന്ന് വെള്ളം വന്നാല് ഈ സ്ലൂയിസ് മൊത്തത്തിൽ തന്നെ തകർന്നു പോകാവുന്ന ഒരു അവസ്ഥയുണ്ട്. 3 മാസത്തിനകം സ്ലൂയിസിന്റെ പണി പൂർത്തീകരിച്ചു തരാമെന്ന് മൈനർ ഇറിഗേഷൻ തൃശൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കർഷകർക്കും ഭൂവുടമയ്ക്കും ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പരിഷത്ത് പ്രവർത്തകൻ പറഞ്ഞു. താൽക്കാലിക സ്ലൂയിസ് വീണ്ടും തകരാൻ ഇടയായാൽ ചെങ്ങാലൂർ മങ്ങാട്ടുപാടത്തെയും നന്ദിപുലം കൊളക്കാട്ടിൽ പാടത്തെയും 40 ഹെക്ടറോളം നെൽകൃഷി പ്രതിസന്ധിയിലാകും. കൂടാതെ കൃഷിക്കും കുടിവെള്ളത്തിനുമായുള്ള ഉറാംകുളം പമ്പിങ്ങും മുടങ്ങും. കാലങ്ങളായി ശൂച്യാവസ്ഥയിലുള്ള സ്ലൂയിസ് ഇത്തവണയെങ്കിലും പുനർനിർമ്മിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരും നാട്ടുകാരും. ദേശമംഗലത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 10 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. ദേശമംഗലം കുടപ്പാറ ക്ഷേത്രക്കടവിൽ വലിയമ്മയോടൊപ്പം കുളിക്കാനിറങ്ങിയ ദേശമംഗലം സ്വദേശി ദിലീപിന്റെ മകൻ ദിപിൻ കൃഷ്ണയാണ് മരിച്ചത്. ദിപിൻ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ശബരിമലയ്ക്ക് വ്രതമെടുത്തിരുന്ന കുട്ടി ക്ഷേത്രക്കടവിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഗോവർധിനി കന്നുകുട്ടി പരിപാലന പദ്ധതി മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. 22 കോടി രൂപ ചെലവഴിച്ച് 35,600 കന്നുകുട്ടികളെ പരിപോഷിപ്പിക്കാൻ ഉതകുന്നതാണ് ഗവൺമെന്റ് സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്ന ഗോവർധിനി പദ്ധതി. മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആനന്ദപുരം ക്ഷീരസംഘമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഗോവർധിനി പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് ജോസ് ജെ ഉദ്ഘാടനം ചെയ്തു. ആനന്ദപുരം ക്ഷീരസംഘം പ്രസിഡന്റ് എം ഗിരിജൻ അധ്യക്ഷത വഹിച്ചു. ഇരിഞ്ഞാലക്കുട സർക്കിൾ റിട്ടയർഡ് സർജൻ ഡോക്ടർ പ്രശാന്ത് ക്ലാസ് നയിച്ചു. ഡോക്ടർ ടിറ്റ്സൺ പിൻഹീറോ, മധു ബാലകൃഷ്ണൻ, അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ ബിന്ദു എന്നിവർ സംസാരിച്ചു. കല്ലൂർ ചുങ്കത്ത് കേബിളിൽ കുരുങ്ങി ഓട്ടോ മറിഞ്ഞു. ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. ആദൂർ സ്വദേശി ആഷിഖിനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 10 മണിക്കായിരുന്നു സംഭവം. മറ്റൊരു വാഹനത്തിൽ തട്ടി ഫോണിന്റെ കേബിൾ പൊട്ടിക്കിടക്കുകയായിരുന്നു. ഇത് ഓട്ടോയുടെ വീലിൽ കുരുങ്ങിയാണ് അപകടമുണ്ടായത്. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന മുദ്രാവാക്യമുയർത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന വിദ്യാഭ്യാസ ജാഥയ്ക്ക് പുതുക്കാട് സ്വീകരണം നൽകി. മുൻ മേഖലാ പ്രസിഡന്റ് ടി എ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. 10ാം തരത്തിൽ മിനിമം മാർക്ക് ഏർപ്പെടുത്തി തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്നതായിരുന്നു ജാഥയുടെ മുഖ്യ പ്രമേയം. ഈ വിഷയത്തിൽ പരിഷത്ത് പ്രസിദ്ധീകരിച്ച 6 ലഘുലേഖകളുടെ
സെറ്റ് ജാഥ ക്യാപ്റ്റൻ പി ലിസിയിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു ജാഥ സ്വീകരണം. ജില്ലാ ലൈബ്രറി കൗൺസിലിനു വേണ്ടി കെ എസ് അർഷാദ്, പുരോഗമന കലാസാഹിത്യ സംഘത്തിനു വേണ്ടി രാജൻ നെലായി, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം സി പി സജീവൻ, ആനപ്പാന്തം ആദിവാസി കോളനി പഠന സമിതിക്ക് വേണ്ടി ജോയ് കാവുങ്ങൽ, സ്കൂൾ PTA കമ്മിറ്റികൾക്ക് വേണ്ടി കെ വി മനോജ്, കെ വി വേലായുധൻ സ്മാരക വായനശാലയ്ക്ക് വേണ്ടി കൃഷ്ണൻ സൗവർണിക, പെൻഷനേഴ്സ് യൂണിയന് വേണ്ടി ബാലകൃഷ്ണ മേനോൻ എന്നിവരും വിവിധ പരിഷത്ത് യൂണിറ്റുകളും ജാഥയ്ക്ക് സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ പി ലിസി, കെ രാമചന്ദ്രൻ, ജാഥ മാനേജർ കസീമ ദിനകരൻ, PS ജൂന എന്നിവർ ജാഥയിൽ പങ്കെടുത്തു. ജാഥാംഗം മുൻ ഡയറ്റ് ലെക്ചറർ കെ രാമചന്ദ്രൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ KR ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു. നവംബർ 14 കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ ഡിസംബർ 10 തിരുവനന്തപുരത്ത് സമാപിക്കും. ആളുകളെ മാറ്റിയെടുക്കാനാണ് വൈജ്ഞാനിക സമൂഹം തീരുമാനിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നല്ല സാങ്കേതിക ജ്ഞാനം എല്ലാവർക്കും വേണം, സാധാരണ മനുഷ്യനും വേണം, കുട്ടികൾക്കും വേണം. അപ്പൊ സാങ്കേതിക ഡിജിറ്റൽ വൈദഗ്ധ്യമുള്ള ആളുകളെയാണ് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് ഇപ്പോൾ സംരംഭങ്ങൾ അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ വയോജനങ്ങൾക്കായി ഉല്ലാസയാത്രയൊരുക്കി പഞ്ചായത്ത് അംഗം. 65 വയസ്സ് കഴിഞ്ഞിട്ടും നാളിതുവരെ ഒരു വിനോദയാത്ര പോകാത്ത വയോജനങ്ങൾക്ക് മാനസിക പിന്തുണയ്ക്കും ഉല്ലാസത്തിനും ലക്ഷ്യമിട്ടായിരുന്നു മിണ്ടാനും പറയാനും എന്ന പേരിൽ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത്. അളഗപ്പ നഗർ പഞ്ചായത്ത് 2ാം വാർഡ് അംഗം സനൽ മഞ്ഞളയുടെ നേതൃത്വത്തിലാണ് യാത്ര സംഘടിപ്പിച്ചത്. യാത്രയിൽ തൃശൂർ, എറണാകുളം ജില്ലകളിലെ ആരാധനാലയങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമാണ് 45 അംഗ സംഘം സന്ദർശനം നടത്തിയത്. കൊരട്ടിപ്പള്ളി, തൃക്കാക്കര ക്ഷേത്രം, തൃപ്പൂണിത്തുറ കൊട്ടാരം, മറൈൻ ഡ്രൈവിൽ നിന്നുള്ള ബോട്ട് സർവീസ്, വല്ലാർപാടം, ഇടപ്പള്ളി പള്ളികൾ, മെട്രോ ട്രെയിൻ യാത്ര എന്നിവിടങ്ങളിലും സംഘം സന്ദർശനം നടത്തി. ആദ്യമായി ഒരു വിനോദയാത്ര നടത്തിയവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. സമപ്രായക്കാരോടൊപ്പം കാഴ്ചകൾ കണ്ടും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചും യാത്ര ചെയ്തും പുത്തൻ അനുഭവങ്ങളായിരുന്നു യാത്രയിലൂടെ ഉണ്ടായതെന്ന് പഞ്ചായത്ത് അംഗം സനൽ മഞ്ഞളി പറഞ്ഞു. ഡോക്ടറും നഴ്സും, ആശ, അംഗനവാടി, കുടുംബശ്രീ പ്രവർത്തകരും സംഘത്തെ അനുഗമിച്ചിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, ഡോക്ടർ സുബ്രത് സോന എന്നിവരും യാത്രയിൽ സഹായത്തിന് കൂട്ടുണ്ടായിരുന്നു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മാങ്കുറ്റിപ്പാടം കടമ്പോടിൽ അടഞ്ഞുകിടക്കുന്ന ക്രഷറിൽ അറവു മാലിന്യങ്ങൾ ഉരുക്കി നെയ്യാക്കുന്നതായി പരാതി. പരാതിയിൽ പഞ്ചായത്ത് നടപടി എടുത്തില്ലെന്നാരോപിച്ച് പഞ്ചായത്ത് അംഗം പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. അറവു മാലിന്യങ്ങൾ ഉരുക്കി നെയ്യാക്കുകയും ഇതിന്റെ ഭാഗമായുണ്ടായ ദുർഗന്ധം കാരണം സമീപവാസികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായതായും ആരോപിച്ചാണ് പഞ്ചായത്ത് അംഗം ശിവരാമൻ പ്രതിഷേധിച്ചത്. സംഭവത്തിൽ കെ ശിവരാമൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. അറവു മാലിന്യങ്ങളുടെ അവശിഷ്ടങ്ങൾ കാരണം ഈ ഭാഗത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു. എൻ്റെ വാർഡില് കടമ്പോട് പ്രദേശത്തുള്ള ക്രഷർ ഒരെണ്ണം പൂട്ടിക്കെടുക്കുന്നുണ്ട്. ആ കടമ്പോട് ക്രഷറിൽ ഈ പറഞ്ഞ മാതിരി ഒരു കഴിഞ്ഞ വെള്ളിയാഴ്ച പോത്തിൻ്റെയും അതുപോലെയുള്ള എല്ലുകളും വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഉരുക്കി നെയ്യാക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമീപവാസികളെ എന്നെ വിളിച്ച് വാർഡ് മെമ്പർ എന്നുള്ള എനിക്ക് ചൂലെടുത്തിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര മണം മെമ്പറെ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ വിവരം അറിയിച്ചു. അപ്പോൾ പിറ്റേ ദിവസം അത് കഴിഞ്ഞ് സെക്രട്ടറിനെ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ജൂനിയർ സൂപ്രണ്ട് പറഞ്ഞു ഒരു പരാതി തരാൻ പറഞ്ഞു. അങ്ങനെ പരാതി 25-ാം തീയതി കൊടുത്തതിന് ശേഷം 25-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് ഉരുക്കുന്നത്, ഈ നെയ്യ് ഉരുക്കുന്നത്. 25-ാം തീയതിയും വന്നില്ല, 26-ാം തീയതിയും വന്നില്ല. ഇന്ന് കാലത്ത് ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കേണ്ടായ സാഹചര്യം അതാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ വിളിച്ചു പറഞ്ഞിട്ട് പോലും ഒരു നടപടി എടുക്കുന്നില്ല പഞ്ചായത്ത് സെക്രട്ടറി. കൊടകര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. കില സെന്റർ റിസർച്ച് അസോസിയേറ്റ് കോർഡിനേറ്റർ KU സുകന്യ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്തം ശുചിത്വ പ്രതിജ്ഞ കില തീമാറ്റിക് എക്സ്പെർട്ട് ധന്യ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ലിഥിൻ ദേവസി, നവകേരളം RP TA ടിനു, വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ദിവ്യ ഷാജു, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജോയ് നെല്ലിശ്ശേരി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു G നായർ എന്നിവർ പ്രസംഗിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി MA സുനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ജിഷ, ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക ഡെയ്നി,
അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ഹരിതസഭയിൽ സന്നിഹിതരായി. ചടങ്ങിൽ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ച എല്ലാ വിദ്യാലയങ്ങൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. റിപ്പോർട്ട് അവതരണവും സ്കിറ്റും വിവിധ കലാപരിപാടികളും അരങ്ങേറി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ശാരീരിക വൈകല്യം നേരിടുന്നവർക്കും വയോജനങ്ങൾക്കുമായി നടത്തിയ ഉപകരണ നിർണയ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സെബി കുടിയൻ, ഷാജു കാളിയങ്കര, ആൻസി ജോബി, സുമ ഷാജു, രശ്മി ശ്രീശോഭ്, ഫിലോമിന ഫ്രാൻസിസ്, CP സജീവൻ, സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ, ICDS സൂപ്പർവൈസർ PK വിനോദിനി എന്നിവർ പ്രസംഗിച്ചു. ത്രിപുര ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സംഘം കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ സന്ദർശനം നടത്തി. ത്രിപുരയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ അസിത് കുമാർ ദാസ്, പഞ്ചായത്ത് ഓഫീസർ റജീബ് ഗോപ്പ്, മറ്റ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ 20 അംഗ സംഘം കൊടകര ബ്ലോക്ക് പഞ്ചായത്തും ഘടക സ്ഥാപനങ്ങളും സന്ദർശനം നടത്തി. സംസ്ഥാനത്ത് ആദ്യമായി ഘടക സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ISO നേടിയ ആദ്യ ബ്ലോക്ക് പഞ്ചായത്തായ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന വികസന പദ്ധതികളെക്കുറിച്ചും ISO സർട്ടിഫിക്കേഷൻ കരസ്ഥമാക്കുന്നതിനായി നടത്തിയ പദ്ധതികളെക്കുറിച്ചുമെല്ലാം സംഘം ചർച്ച നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായി. നാട്ടികയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചാവക്കാട് തിരുവത്ര സ്വദേശി 23 വയസ്സുള്ള ശ്രീഹരിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 8:45 നാട്ടിക പെട്രോൾ പമ്പിനടുത്താണ് അപകടമുണ്ടായത്. അപകടത്തിൽ യുവാവിന്റെ കൈപ്പത്തി അറ്റുപോകാറായ നിലയിലായിരുന്നു. കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ശ്രീഹരിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ ബുധനാഴ്ച മരണപ്പെടുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ പൂർണ്ണമായി തകർന്നിരുന്നു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റിന്റെയും IQACയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഭരണഘടനാ ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ സ്പെഷ്യൽ കോർട്ട് ജഡ്ജ് K. കമനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ KL ജോയ് ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോളേജ് ഫിനാൻസ് ഓഫീസർ ഫാദർ ആന്റോ വട്ടോലി, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗം ഡീനായ VJ തോമസ്, വൈസ് പ്രിൻസിപ്പൽ K. കരുണ, NSS പ്രോഗ്രാം ഓഫീസർ K. ജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. മണ്ണമ്പേട്ട തെക്കേക്കരയിൽ നിന്നും 12 അടി വലിപ്പമുള്ള പാമ്പിനെ പിടികൂടി. തെക്കേക്കര പാച്ചിറ്റിച്ചിറയ്ക്ക് സമീപം നാട്ടുകാരാണ് പാമ്പിനെ കണ്ടത്. ചൊവ്വാഴ്ച രാത്രി 10-നാണ് സംഭവം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി ഉൾക്കാട്ടിലേക്ക് വിട്ടയച്ചു. ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറികളിലൊന്നാണ് കാബേജ്. ഇലക്കറികളുടെ ഇനത്തിലെ സൂപ്പർ ഹീറോ എന്നാണ് കാബേജിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു റിപ്പോർട്ട്. വിറ്റാമിൻ C ധാരാളം അടങ്ങിയ കാബേജ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. 100 ഗ്രാം കാബേജിൽ 36.6 മില്ലിഗ്രാം വിറ്റാമിൻ C അടങ്ങിയിട്ടുണ്ട്. അതിനാൽ കാബേജ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും കാബേജ് കഴിക്കുന്നത് നല്ലതാണ്. ഇവ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുകയും അതുവഴി ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യും. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി കഴിക്കാവുന്ന ഭക്ഷണമാണ്. ഫൈബർ അടങ്ങിയ കാബേജ് കഴിക്കുന്നത് വിശപ്പിനെ നിയന്ത്രിക്കാൻ ഗുണം ചെയ്യും. ഇത് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിനെ തടയും. ദഹനത്തിനും മികച്ചതാണ്. ഇതിലെ ഫൈബർ തന്നെയാണ് ദഹനം മെച്ചപ്പെടുത്താൻ ഗുണം ചെയ്യുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാനും കാബേജിന് കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കാബേജിലടങ്ങിയ പൊട്ടാസ്യമാണ് ഇതിനെ സഹായിക്കുന്നത്. കാബേജിലടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ ഫ്രീ റാഡിക്കലുകളെ അകറ്റി ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7105 രൂപ, പവന് 56,840 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൊക്കന മുപ്പിളി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിൽ വിഹരിക്കുന്ന കാട്ടാനക്കൂട്ടങ്ങൾ വ്യാപകമായി റബ്ബർ മരങ്ങൾ നശിപ്പിക്കുന്നു. പ്രതിസന്ധിയിൽ റബ്ബർ കൃഷി മേഖല.
തകരാറിലായ ചെങ്ങാലൂർ കാനത്തോട് സ്ലൂയിസ് മണൽച്ചാക്കിട്ട് കെട്ടി താൽക്കാലിക പരിഹാരമാകുമ്പോഴേക്കും 5 ഏക്കർ നെൽകൃഷിയിടം തരിശായി. സംസ്ഥാന സർക്കാരിന്റെ ഗോവർധിനി കന്നുകുട്ടി പരിപാലന പദ്ധതി മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് ജോസ് ജച്ചിറ്റിടപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ ചുങ്കത്ത് കേബിളിൽ കുരുങ്ങി ഓട്ടോ മറിഞ്ഞു. ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന മുദ്രാവാക്യമുയർത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന വിദ്യാഭ്യാസ ജാഥയ്ക്ക് പുതുക്കാട് സ്വീകരണം നൽകി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.